ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ്. ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. സോ കാര്യം തീരുമാനമായി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇഫ് ദ പ്രിൻസിപ്പൽ ഈസ് ₹2000, പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട്, പ്രിൻസിപ്പളിനെ കിട്ടി. ആൻഡ് ദ റേറ്റ്, ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം, നമ്പർ ഓഫ് ഇയേഴ്സ് വേണം. ആർ ദ ടു റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ എന്താ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേരിയബിൾ ആയിട്ട് കിടക്കുന്ന എക്സിന് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതിനെ നമ്മൾ റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും. ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് പഠിച്ചിട്ടുണ്ടാവില്ലേ. സോ ആൽഫ ബീറ്റയാണ് ഇവിടെ എന്തായാലും എടുക്കേണ്ടത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും. സോ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് ആദ്യം താഴോട്ട് എടുത്ത് എഴുതുവാണ്. x² മൈനസ് 11x പ്ലസ് 30 ഈക്വൽ ടു 0. സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക് വരുന്ന ഏരിയ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോമാറ്റ് ഉണ്ട്, കൺസ്ട്രക്ഷന്റെ ഒരു ഫോമാറ്റ് ഉണ്ട്. x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കൺസ്ട്രക്ഷന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. x² മൈനസ്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എഴുതണം, ഓക്കെ എഴുതാം. x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. ഇങ്ങനെയാണുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ രണ്ട് റൂട്ട്സ് ആൽഫ ബീറ്റ. ഇവരെ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, 11 കിട്ടണം. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 30 കിട്ടണം. ജസ്റ്റ് മൈൻഡിലിട്ടൊന്ന് ആലോചിച്ചാൽ മതി. രണ്ട് നമ്പേഴ്സിനെ കൂട്ടുന്ന സമയത്ത് 11ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 30 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും 11ന്റെ താഴെയുള്ള സംഖ്യ ആയിരിക്കുമല്ലോ നോർമലി. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ 2 into 3 ഇപ്പൊ നമുക്ക് 6 ആണ് കിട്ടുന്നത് അല്ലെ. 4 into 5 നമുക്ക് 20 കിട്ടുന്നുണ്ട്. 6 into 5 അല്ലെങ്കിൽ 5 into 6 ചെയ്യുന്ന സമയത്ത് 5ഉം 6ഉം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടുന്നുണ്ട് അല്ലെ. 5 into 6 ചെയ്യുമ്പോൾ 13 കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൊരു തീരുമാനമായി. ഇവിടുത്തെ രണ്ട് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ, 5ഉം 6ഉം. അപ്പൊ ഇതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനിയിപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. കാരണം എന്താ, എന്നോട് കാണാൻ പറഞ്ഞത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പിന്നെന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പളിന്റെ സ്ഥാനത്ത് 2000 എന്ന് എഴുതി ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ 6% എന്ന് കൊടുക്കുവാണ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് ഞാൻ 5 കൊടുക്കുവാണ്. ഇനി തിരിച്ചാലും കുഴപ്പമില്ലല്ലോ, 5% 6 ആയാലും ഇപ്പൊ 2 into 3 3 into 2 സെയിം അല്ലേ. സോ കാൽക്കുലേറ്റർ എടുക്കുക. 2000 ഇൻറ്റു 6% ഇൻറ്റു 5. അപ്പൊ എനിക്ക് ആൻസർ കിട്ടി 600. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 600 എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ ബി നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. പക്ഷെ അവർ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും. അപ്പൊ അത് ഇക്വേഷന്റെ കോൺസെപ്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ചാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. ഓക്കെ, ബൈ.